ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു കോഴ്സിനെ കുറിച്ചാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന സിപ്പെറ്റ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഈ ക്യാമ്പസിൽ വിവിധ കോഴ്സുകൾക്ക് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. ഈ ക്യാമ്പസിന്റെ അണ്ടറിൽ നമുക്ക് ബിടെക് പ്രോഗ്രാമുകളും എംടെക് പ്രോഗ്രാമുകളും ഒക്കെ പഠിക്കാം. അത് വിവിധ യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ പ്രൊസീജിയറിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ ക്യാമ്പസിൽ നമുക്ക് ഡിപ്ലോമ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ എൻട്രൻസ് എക്സാമിനേഷന് 2026 മെയ് 28 മുമ്പായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് sippet.org.in എന്ന വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലുള്ള 45ഓളം വിവിധ ക്യാമ്പസുകളിലേക്കാണ് അഡ്മിഷൻ ഓപ്പൺ ആവുന്നത്. ഇതിനായി എഴുതേണ്ട എൻട്രൻസ് എക്സാമിനേഷൻ സിപ്പെറ്റ് അഡ്മിഷൻ സ്കാറ്റ് എക്സാമിനേഷൻ ആണ്. ഈ എക്സാമിനേഷൻ ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ജൂൺ 3 ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ജൂൺ 7 എക്സാമിനേഷൻ എഴുതാം. ഈ എൻട്രൻസ് എക്സാമിനേഷൻ വിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റുന്ന 2 മെയിൻ ഡിപ്ലോമ കോഴ്സുകളെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് ടെക്നോളജിയും, സെക്കൻഡ് വൺ ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് മോൾഡ് ടെക്നോളജിയും. ഈ ക്യാമ്പസ് മുഴുവൻ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നോളജിയുടെ ക്യാമ്പസിൽ പഠിക്കുന്ന മെയിൻ സ്ട്രീമുകൾ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്സിനെ കുറിച്ച്, പോളിമേഴ്സിനെ കുറിച്ച്, പെട്രോകെമിക്കൽസിനെ കുറിച്ച്, ഈ മേഖലകളെ കുറിച്ച് റിസർച്ച് ചെയ്ത് പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഏറ്റവും മികച്ച കോഴ്സുകളാണ് ഈ ക്യാമ്പസ് ഓഫർ ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രികൾ നിൽക്കുന്നത് പ്ലാസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലും പെട്രോകെമിക്കൽ മേഖലകളിലുമാണ്. ഇവിടുത്തെ മികച്ച കോഴ്സുകളിലേക്കാണ് ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% പ്ലേസ്മെന്റുകൾ ഉണ്ട് എന്നതിനേക്കാട്ടിലുപരി ഒരു മികച്ച ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഓപ്പൺ ആവുക. നമുക്കറിയാം, നമ്മുടെ വീട്ടിലും നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിലും നമ്മുടെ വേൾഡിലും യൂസ് ചെയ്യുന്ന ധാരാളം പ്ലാസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകളെ കുറിച്ച്. ഈ ഓരോ പ്രോഡക്റ്റും മേക്ക് ചെയ്യപ്പെടണമെങ്കിൽ അവിടെ ഒരു മോൾഡ് ക്രിയേറ്റ് ചെയ്യപ്പെടണം. അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു കോഴ്സാണ് പ്ലാസ്റ്റിക് മോൾഡ് ടെക്നോളജി. ഇതിലൂടെ, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ബിസിനസ് മേഖലയിലെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്പൺ ചെയ്ത് ലഭിക്കുക. ഇതിനോടൊപ്പം പ്ലാസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതേണ്ടത്. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക് കൊണ്ട് 1 അവറിന്റെ ഒരു എക്സാമിനേഷൻ ആണ് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനായി എക്സാമിനേഷൻ എഴുതേണ്ടത്. പ്ലാസ്റ്റിക് മോൾഡ് ടെക്നോളജിയിലേക്ക് വരുമ്പോൾ അവിടെ ഡിപ്ലോമ കോഴ്സുകൾക്ക് മാത്സും സയൻസും GK ബേസ് ചെയ്തിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയാൽ മതി. ഈ എക്സാമിനേഷന്റെ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ കോഴ്സുകൾക്ക്, ഡിപ്ലോമ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഡിഗ്രി കോഴ്സുകൾക്കും ബിടെക് കോഴ്സുകൾക്കും എംടെക് കോഴ്സുകൾക്കും ഒക്കെ അഡ്മിഷൻ ലഭിക്കാനുള്ള പ്രൊസീജിയർ വേറെയാണ്. ഇപ്പോൾ നമുക്ക് ഈ എൻട്രൻസ് എക്സാമിനേഷൻ വഴി അഡ്മിഷൻ ലഭിക്കുന്നത് ഡിപ്ലോമ കോഴ്സുകൾക്കും ഡിഗ്രി കോഴ്സുകൾക്കുമാണ്. 3 വർഷത്തെ കോഴ്സുകൾക്കാണ് അഡ്മിഷൻ ലഭിക്കുക. ഈ കോഴ്സിലൂടെ തന്നെ ലഭിക്കുന്ന പ്ലേസ്മെന്റുകളെ കുറിച്ചും ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചുമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഈ കോഴ്സ് പഠിക്കാനുള്ള ക്യാമ്പസുകൾ ഇന്ത്യയിൽ ഏകദേശം 45ഓളം മികച്ച ക്യാമ്പസുകളുണ്ട്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഏത് സ്റ്റേറ്റിലെ ക്യാമ്പസുകളിൽ പഠിക്കാനാണ് ഇൻട്രസ്റ്റ് എന്ന് നോക്കി വേണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഒരു എൻട്രൻസ് എക്സാമിനേഷൻ വഴി മികച്ച ജോബ് ഓപ്പർച്യൂണിറ്റീസ് അഷ്വർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാം. സിപ്പെറ്റിന്റെ വിവിധ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. sippet26.admissions application form എന്ന ലിങ്ക് വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, പ്രോസ്പെക്ടസ് മനസ്സിലാക്കുക, കോഴ്സുകളെ കുറിച്ച് മനസ്സിലാക്കുക, നന്നായി 3 വർഷത്തെ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. മികച്ച ഒരു കരിയറിലേക്ക്, പ്ലേസ്മെന്റോടുകൂടി അല്ലെങ്കിൽ മികച്ച ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തിച്ചേരുക. ഇനി ഈ കോഴ്സ് പഠിച്ചിട്ട് ഒരു ജോബ് മാത്രമല്ല, ഒരു ബിസിനസ് പേഴ്സണായി ഒരു ഇൻഡസ്ട്രി സ്വന്തമായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള അവസരങ്ങൾ കൂടി ഈ കോഴ്സുകളിലൂടെ ഒരു വിദ്യാർത്ഥിക്ക് ഓപ്പൺ ചെയ്ത് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മേഖലയിലേക്ക് വരാം. നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ വീട്ടിലും നമ്മുടെ ഡിസ്ട്രിക്റ്റിലും നമ്മുടെ സ്റ്റേറ്റിലും നമ്മുടെ കൺട്രിയിലുമുള്ള വേസ്റ്റ് പ്ലാസ്റ്റിക്കുകൾ റീസൈക്കിൾ ചെയ്തിട്ടുണ്ടാക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളെ കുറിച്ച്,
ഈ ഒരു ബിസിനസ് ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ എത്തിയാൽ തന്നെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളും അതിലൂടെ തുറക്കപ്പെടാൻ പറ്റുന്ന ബിസിനസ് സാധ്യതകളും നമ്മൾ മനസ്സിലാക്കുക. ഇതിനോടൊപ്പം തന്നെയാണ് ഒരു രാജ്യത്ത് ആവശ്യം വരുന്ന പ്ലാസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള, പെട്രോ കെമിക്കൽസ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ പ്രോഡക്റ്റുകളെ കുറിച്ച്, അതിന് മേക്ക് ചെയ്യാനുള്ള മോൾഡുകളെ കുറിച്ച്, ആ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കുന്ന ഏറ്റവും മികച്ച കോഴ്സുകൾ. ആ കോഴ്സ് നടത്തുന്നതോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള ഏറ്റവും മികച്ച ക്യാമ്പസും. അപ്പോൾ ഒരു കോഴ്സ് മാത്രമല്ല, നമ്മുടെ ഒരു ജോബ് 100% സേഫ് പൊസിഷനിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു മികച്ച കോഴ്സാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, സ്റ്റഡി ചെയ്യാം, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം, നന്നായി പഠിക്കാം, ഏറ്റവും മികച്ച ഒരു മേഖലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാം. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദി ബെസ്റ്റ്.